എന്തൊക്കെയാണ് ഉള്ളതെന്ന്. അപ്പം നിങ്ങളെയും കാണിക്കാമെന്ന് വിചാരിച്ചു. നമസ്കാരം ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. റൂമിലിരുന്നപ്പോൾ നല്ലപോലെ മഞ്ഞ് വീണ കണ്ടു. അപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങി, കൂടെ ഇവിടെ വിളിച്ചിട്ടുണ്ട്. എവിടെ ഞങ്ങളപ്പോൾ ഇവിടെ പുറത്തേക്ക് ഇറങ്ങി. ഈ സീസണിൽ ഇപ്പം കുറേ കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് മഞ്ഞ് പെയ്യുന്നത്. അപ്പോൾ ഞങ്ങളിവിടെ ബുക്ക് ബിൽഡിങ്ങിൻ്റെ അടുത്താണ് വന്നേക്കുന്നത്. കണ്ടു. അപ്പോൾ ഞങ്ങൾ ബുക്ക് ബിൽഡിങ്ങിൻ്റെ അവിടെ വന്നു. ഇവിടെ ഒരാൾ മഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇന്നിപ്പം നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടാവില്ല മഞ്ഞ് പെയ്യുന്നേ. ഇല്ലേ, കാണാൻ പറ്റുന്നുണ്ട്. കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ മഞ്ഞ് പെയ്യുന്നപ്പോൾ ഞങ്ങൾ മഞ്ഞത്തേക്ക് ഇറങ്ങിയതാണ്. കാരണം മുഖത്തേക്കൊക്കെ മഞ്ഞ് വന്ന് വീഴുന്നുണ്ട്. ഒരു പ്രത്യേക സന്തോഷം അല്ലേ. വീഡിയോയുടെ അവസാനം വരെ കാണണേ, എന്നാലും ആ പെട്ടിക്കകത്ത് എന്തൊക്കെയാണെന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. പുതിയ തൊപ്പിയാണ് ഗൈസ്, ചേച്ചി തന്നു പോയി. യുക്രൈൻ ചേച്ചി, യുക്രൈനിയൻ ചേച്ചി തന്നതായിരുന്നു. ഡനയുടെ പുതിയ തൊപ്പിയും കൊണ്ട് ഇറങ്ങിയതാ. പൊടിച്ചിട്ട് തരണം. തുപ്പല ഞങ്ങൾ കുറച്ച് നേരം മഞ്ഞൊക്കെ വാരി കളിച്ച് കൈയൊക്കെ വീണും മരയിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്തിരി ശ്വാസത്തിലേക്ക് പോകാൻ പോവാണ് അല്ലേ. അതെ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ നാട്ടിൽ നിന്ന് കിട്ടിയ പെട്ടി പൊട്ടിക്കലാണ് ഇന്ന് പരിപാടി. നമുക്ക് പൊട്ടിച്ച് നോക്കാനൊക്കെ എന്തൊക്കെയാണ് ഉള്ളത്. അപ്പം നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് പപ്പടമുണ്ട്, പപ്പടമുണ്ട്, മാങ്ങാച്ചാറ്, അത് കഴിഞ്ഞിട്ട് മീനച്ചാറ്. ലൈവിൽ മിക്കപ്പോഴും പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കൊണ്ടാട്ടമുളക്. ഇത് കൊണ്ടാട്ടമുളകാണ് ഇതിനകത്തുള്ളത്. ഇതെല്ലാം എൻ്റെ അമ്മ ഉണ്ടാക്കി തന്നു വിട്ടയാണ് കേട്ടോ. ഇതുണ്ട് മാസ് ഡിലീഷ്യസ്. അമ്മ നാട്ടിൽ ഒരു ചെറിയ ബിസിനസ്സായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. പിക്കിൾസ്, പിന്നെ അതുപോലെ കൊണ്ടാട്ടമുളക്, ചമ്മന്തിപ്പൊടി, അങ്ങനെയുള്ള എല്ലാ ടൈപ്പ് ഐറ്റംസും കിട്ടും. യാതൊരു പ്രിസർവേറ്റീവ്സും ചേർക്കാണ്ട് ഉണ്ടാക്കുന്നതാണ് ഈ അച്ചാറുകൾ. നമ്മൾ കടയിൽ നിന്ന് പല അച്ചാറും മേടിച്ച് കഴിച്ചിട്ടുണ്ട്, പക്ഷേ ആ ഒരു ടേസ്റ്റ് വന്നിട്ടില്ല. അമ്മ ഉണ്ടാക്കുന്ന അച്ചാർ അടിപൊളിയാണ്. പിന്നെ ഞാൻ എൻ്റെ അമ്മ ആയതുകൊണ്ട് പറയാൻ നിങ്ങൾ വിചാരിക്കേണ്ട. നമ്മൾ കസ്റ്റമേഴ്സ് മേടിച്ചവരാണെങ്കിലും അതുപോലെ നമ്മൾ സെയിൽസ് ചെയ്ത ആൾക്കാരാണെങ്കിലും നല്ല അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അതുപോലെ സീനിയേഴ്സും അതുപോലെ എൻ്റെ കൂടെ പഠിക്കുന്ന ആൾക്കാരും നാട്ടിൽ പോയ സമയത്ത് അവർ മേടിച്ച് കഴിച്ചാൽ അവരും നല്ല അഭിപ്രായം പറഞ്ഞേക്കുന്നത്. പിന്നെ മീനച്ചാറ്, എനിക്ക് മീനച്ചാറ്, അമ്മ ഉണ്ടാക്കുന്ന മീനച്ചാറ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മൾ കടയിൽ നിന്ന് മേടിച്ച് കഴിച്ചിട്ടുണ്ട് മീനച്ചാറ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു പീസും കുറവായിരിക്കും, പിന്നെ ഒരു റബ്ബറി ടെക്സ്ചർ, പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്ത പോലെയൊക്കെ ഒരു ടേസ്റ്റ് അല്ലേ. ഇതെന്ന് പറഞ്ഞാൽ ഫ്രഷ് അച്ചാർ, ഫ്രഷ് മീൻ മേടിച്ചിട്ട് അമ്മ നല്ല അടിപൊളി നല്ലെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ്. ഇത് ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഇൻസ്റ്റാഗ്രാമിലുണ്ട്. ഞാൻ ഇൻസ്റ്റാ ഹാൻഡിലും അതുപോലെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇടാം. ഇത് ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ്, ഒരു ഹോംലി ഫീൽ. അത് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല, ഭയങ്കര ടേസ്റ്റാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. മാങ്ങാച്ചാറും, എനിക്ക് അമ്മയുടെ എല്ലാ അച്ചാറും ഭയങ്കര ഇഷ്ടമാണ്. വായിൽ വെള്ളം വരുന്നുണ്ട് കണ്ടിട്ടാണ്. ഇനിയിപ്പോൾ ഇത് പൊട്ടിച്ച് കഴിക്കാനുള്ള ആകെ ഒരു തത്രപ്പാടിലാണ്. ഒരു മസ്റ്റ് ട്രൈ ഐറ്റം ആണ് ഇത്, മാസ് ഡിലീഷ്യസ് പിക്കിൾസ്. ഞാനതിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസും ഇൻസ്റ്റാ ഹാൻഡിലും എല്ലാം ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വയ്ക്കാം. നിങ്ങൾ ട്രൈ ചെയ്ത അഭിപ്രായം കമൻറ്റിൽ പറയണേ. അടിപൊളിയാണ്. പിന്നെ പാക്കേജിങ് കണ്ടില്ലേ, പാക്കേജ് നാട്ടിൽ നിന്ന് കൊടുത്തിപ്പം സിറ്റുവേഷൻസ് എങ്ങനെയാണ്ട് 3-4 ദിവസം എടുക്കും നാട്ടിൽ നിന്ന് ഇവിടെ എത്താനായിട്ട്. അപ്പം നാട്ടിൽ നിന്ന് യുക്രൈനിൽ ഇവിടെ ഇപ്പോൾ ഒരു കുഴപ്പമില്ലാണ്ട് നല്ല പാക്കേജിൽ എത്തിയിട്ടുണ്ട്. ഓൾ ഇന്ത്യ സർവീസ് അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾ മേടിച്ച് ട്രൈ ചെയ്യും, നിങ്ങൾ അഭിപ്രായം പറയുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു ദിവസം അടുത്തൊരു വ്ലോഗ് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ. എനിക്ക് എൻ്റെ ഇന്നത്തെ ഒരു മിനി വീഡിയോ വ്ലോഗ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം, എന്നാലേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. ആൻഡ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് പറയൂ. അപ്പോൾ മീനച്ചാറ് പൊട്ടിക്കാൻ പോവാണ്. വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു കിട്ടാൻ വേണ്ടിയിട്ട്. നമുക്ക് പൊട്ടിച്ച് നോക്കാം.
രണ്ണയ്ക്ക് കൊടുക്കുകയാണ്. ഡെന്ന അച്ചാറിൻ്റെ ഒരു ഫാനാണ്.